ലൈവില് രാവിലെ തന്നെ നൂറയും ആദിലയും കൂടി സംസാരിക്കുകയായിരുന്നു ബെഡ്റൂമിന്റെ ഏരിയയിൽ ഇരുന്നിട്ട്. അപ്പൊ നൂറ പറയുന്ന ഒരു കാര്യം, ചില കാര്യങ്ങളൊന്നും ഞാൻ മരിക്കും വരെ മറക്കില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട്, അതൊന്നും ഞാൻ മറക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നൂറ പറയുന്ന ഒരു കാര്യം, അനീഷേട്ടൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞില്ലേ, നൂറ ഇഷ്ടമല്ല എന്ന് അനീഷ് എപ്പോഴോ പറഞ്ഞിരുന്നു, ഒരു തമ്മിൽ ഫൈറ്റ് ആയിട്ടിരുന്ന ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നു. ഇപ്പൊ ഫൈറ്റ് ഒന്നും അല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചായി. അപ്പോ അനീഷേട്ടനോട് ഞാൻ ക്ഷമിക്കില്ലായിരുന്നു, പക്ഷെ നല്ലൊരു വ്യക്തിത്വമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചതാണ്, ഞാൻ വിട്ടതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ മുഖത്ത് നോക്കി ഫുഡ് തരില്ല എന്ന് അക്ബർ ഈ പറഞ്ഞ ഈ കേസ്, ഇത് ഞാൻ വിടില്ല, ഇത് ഞാൻ മരിക്കും വരെ ഞാൻ വിടില്ല, ക്ഷമിക്കില്ല എന്നാണ് നൂറ പറയുന്നത്. അപ്പൊ ആദില പറയുന്നുണ്ട്, വല്ലാത്തൊരു എൻവയോൺമെന്റ് അല്ലേ, അനുമോളും മിണ്ടുന്നില്ല, പിന്നെ എല്ലാരും മനുഷ്യരെ ഇങ്ങനെ ആയി കഴിഞ്ഞു, വീട്ടിൽ പോകണം എന്നൊക്കെ തോന്നുക എന്ന് ആദില പറയുന്നുണ്ട്. അപ്പൊ നൂറ സത്യം എന്ന് പറഞ്ഞ് ശരിവെക്കുന്നുണ്ട് അതിന്. അനീഷേട്ടൻ നല്ലൊരു വ്യക്തിത്വം ആയതുകൊണ്ട് നൂറ ക്ഷമിച്ചു എന്നാണ് കേട്ടോ പറയുന്നത്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അനീഷ് എന്തുമാത്രം ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്, ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് എന്തുമാത്രം നല്ല ക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ഇന്നിപ്പോ ഈ ഒരു ചർച്ചക്കിടയിലും ആദില പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും മോശം വ്യക്തികളുമായിട്ട്, ഇത്രയും വൃത്തികെട്ട വ്യക്തികളുമായിട്ട് ഡീൽ ചെയ്തിട്ട് കാലം കുറെ ആയല്ലേ ഉള്ള രീതിയിലൊക്കെ ആദില പറയുന്നുണ്ട് നൂറയുടെ അടുത്ത്. അതെ നൂറ പറയുന്നുണ്ട് തിരിച്ച്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്വാളിറ്റി ഉള്ള വ്യക്തിത്വങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രേക്ഷകര് ശ്രമിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ഡിസേർവിംഗ് ആയിട്ടുള്ള വിന്നർ എന്ന് പറയുമ്പോൾ എല്ലാ ക്വാളിറ്റീസും നോക്കിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.